ഗൈസ് നേരം പരപരാ വെളുത്തു. എന്നെ തൊണ്ടടഞ്ഞിട്ടോ, തൊണ്ടവേദന കാരണം പരപരാ വെളുത്തു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സമയം നമ്മളുടെ അടുത്ത പോലെ വെളുപ്പിന് 4 മണിക്കല്ല. ഇവിടെ പരപരാ വെളുത്തത് ഏകദേശം 7:30 കഴിഞ്ഞ്. പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല, പുറത്തേക്ക് നോക്കിയാൽ അറിയാം പരപരാ വെളുത്തു അതോ ഇപ്പോഴും പോയിട്ടാണെന്നുള്ളത്. അപ്പം നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടുകൾ ഒരുക്കുന്ന വണ്ടി കാണുന്നത് വേണ്ട. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചായ കുടിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, നമുക്ക് മൂന്നാമത് സ്പെഷ്യൽ ഗൈസ്. അപ്പോൾ നമ്മളൊരു ചായ തേടിയുള്ള ചായ മാത്രമല്ല വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കും. രാത്രിയിലാണ് ഞാൻ പറഞ്ഞില്ലേ നേരം ഇവിടെ പരപരാ വെളുത്തു. നമ്മുടെ 7 മണിക്ക് ചായ സംതിങ് സ്പെഷ്യൽ വേണം. മൂന്നാറിൻ്റെ സ്പെഷ്യൽ. അവസാനം നമ്മളൊരു ലക്ഷ്മി ടിഫിൻ കോർണറിൽ എത്തിയപ്പോൾ ഇവിടെ നമുക്ക് ചായ കുടിക്കാം. നമ്മുടെ മസാല ദോശ കോഴിയുണ്ട് കേട്ടോ, നമുക്ക് കഴിക്കാം. മൂന്നാറിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊട്ടി പോലെ തന്നെയുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു അറ്റ്മോസ്ഫിയറാണ്. മൂന്നാറിന്റെ ടൗൺ ഏരിയ അല്ല, ഉൾഗ്രാമം. ശരിക്കും നമ്മളുടെ നാട്ടിൻ പുറത്തേക്കൊക്കെ നമ്മൾ പോവില്ലേ, അതുപോലെ ഉള്ളിലേക്കുള്ള ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയും തണുപ്പുള്ള സ്ഥലം ഞാൻ പ്രതീക്ഷിച്ചു. അത് തന്നെ. അപ്പോൾ ഇവിടെ ഒരു കോവിലുണ്ട്, നമ്മളത് ദൂരെ നിന്ന് തന്നെ കണ്ടു. അപ്പം നമ്മൾ അവിടെ കയറാന്ന് വെച്ച് വഴിയൊക്കെ ചോദിച്ചതാണ്. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ അമ്പലത്തിലേക്ക് ഒന്ന് കയറാം. കോവിലിലേക്ക് കയറാം കേട്ടോ. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിൻ്റെ ടോപ്പിലായിട്ട് തന്നെയാണ് ഈ ഒരു അമ്പലം വരുന്നത്. അപ്പം എനിക്ക് കയറാം. അപ്പോൾ ഇതാ ഈ ഒരു ടോപ്പിലായിട്ടാണ് കേട്ടോ കോവിൽ വരുന്നത്. എല്ലാ അര കിലോമീറ്ററിലും ഇവിടെ ഓരോ അമ്പലങ്ങളുണ്ട് കേട്ടോ. അമ്പലം എന്ന് പറഞ്ഞാൽ ചെറിയ അമ്പലങ്ങൾ, സ്റ്റൈൽ. കരിങ്കല്ല് കൊണ്ടിട്ടുള്ള അറിയാതെ പ്രതീക്ഷിക്കാതെ കുറച്ച് കഷ്ടപ്പാടുണ്ട് കേറാൻ. കാരണം അതെ അതെ അല്ല, ഇവിടെ തണുപ്പായിട്ട് നമുക്ക് ശ്വാസം കിട്ടും. അപ്പൊ ഇതാണ് കേസ് മൂന്നാർ ടൗൺ കേട്ടോ. സ്റ്റെപ്പ് കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം വെച്ച് കൊണ്ടിരിക്കുന്ന കോവിലിൽ നമുക്കെത്താം. കണ്ടു സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ തലയും കുത്തി താഴെ കിടക്കും. അതുകൊണ്ടാണ്
കോവിലാണ്. ഐ എം വെരി ഹാപ്പി. കാരണം അമ്പലത്തിൽ കയറാൻ പറ്റുക, ഇപ്പോൾ വന്നിട്ടൊരു അമ്പലത്തിൽ കയറാൻ പറ്റില്ല. എനിക്ക് ഹാപ്പി ഹാപ്പി ഹാപ്പി. സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. തണുപ്പത്ത് നമ്മൾ ഈ കയറ്റം കയറുമ്പോഴുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട്, റിസ്ക് എടുക്കാതെ ഒന്നും നടക്കില്ലല്ലോ. നമ്മൾ ശരിക്കും ഇവിടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ, ഒരുപാട് മുകളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കൂടി കയറി ഇതാണോ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ്ട്. ഇവിടെയും തേയില, നടുക്ക് സ്റ്റെപ്പ്, ഇപ്പുറത്തും തേയില ഉണ്ടോ. തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ ഏകദേശം ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ. ഏതാ മൂർത്തിനെ ഞങ്ങൾക്ക് അറിയില്ല. അമ്പലം എന്താണെന്നറിയില്ല, അടച്ചിട്ടിട്ടുള്ളത്. ചിലപ്പോൾ ഇവരെ വിശേഷ ദിവസങ്ങളിലെ തുറക്കാറുള്ളത്. പിന്നെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാ 1/2 കിലോമീറ്റർ ഓരോ അമ്പലങ്ങളുണ്ട് ഇവിടെ. വലുതായി വന്നു ഉണ്ടോ. ചെറിയ ഇത് വരുന്നതാണ് അടുത്ത തളിരുകൾ. 10-20 ദിവസം കൊണ്ട് അടുത്ത റൗണ്ട് വരുന്നതാണ്. വീണ്ടും പൂ കാണിച്ചേ. തേയിലൻ്റെ പൂവാണ് കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ തേയില പൂവ് കാണുന്നത്. അടിപൊളിയാണ് സീന്. എല്ലാ സ്ഥലവും ഞങ്ങൾ വയനാട്ടിൽ നല്ല തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പൂവ്, തേയിലൻ്റെ പൂവ് ആദ്യമായിട്ട് കാണാം. അടിപൊളി പൂവ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്പർ 1 സിറ്റികളിലൊന്നായിരുന്നു മൂന്നാർ ടൗൺ. ഏകദേശം 100 വർഷങ്ങൾക്ക് അന്ന് എല്ലാ നഗരങ്ങളെക്കാൾ വലുതായിരുന്നു മൂന്നാർ. ഇവിടെ ബ്രിട്ടീഷുകാരുടെ പ്രത്യേക ക്യാമ്പുകൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയം ഏതാ വർഷം എന്ന് എനിക്കറിയില്ല, ആ സമയത്ത് വന്ന് ഒരു പേമാരി ഭയങ്കര ഒരു ഫ്ലഡിൽ മൂന്നാർ ടൗൺ ഒന്നാകെ ഒളിച്ചു പോകാനുണ്ടായത്. അങ്ങനെ മൂന്നാർ ടൗണിലെ കുറേ അവശിഷ്ടങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാറുണ്ട്. കാരണം കേരളത്തിൽ 1ാം നമ്പർ ടൗൺ ആയിരുന്നു ആ സമയത്ത്. ഇവിടെ റെയിൽവേ ഉണ്ടായിരുന്നു, റോഡ്വേസ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ബ്രിട്ടീഷുകാർ പിന്നെ കൊച്ചി പോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന തേയിലകളും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും കൊണ്ടുപോകുന്ന ചരക്ക് ഗതാഗത സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഇവിടെ ഒരു 2 ദിവസത്തെ മഴയിൽ ഒലിച്ചു പോയതാണെന്നാണ് പറയുന്നത്. ആ വർഷം ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കാലത്തെ 1ാം നമ്പർ ടൗൺ മൂന്നാറിൽ 1ാം നമ്പർ ടൗൺ ഉണ്ടായിരുന്നു. മൂന്നാർ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് ഞങ്ങൾ കുറച്ച് തേയില ഇലകൾ പറിച്ചിട്ടിട്ട്, ഞാൻ ചായപ്പൊടി എന്നാലും വാങ്ങുന്നുണ്ട്, തേയില ഇലകൾ എടുത്തിട്ട് ഒരു ഓർമ്മയ്ക്കായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ മലയാളികളുടെ പ്രഭാത ചായക്കുള്ള മെയിൻ. നമ്മൾ മൂന്നാറിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് അതിനുശേഷം താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ട ഒരുപാട് വീടുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ.